പറയുമ്പോൾ ഈ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എൻ്റെ ഇഷ്ടപ്രകാരം കോമ്പിനേഷൻ നോക്കി അല്ലെങ്കിൽ കളർ നോക്കി അങ്ങനെ ഓരോ സ്ഥലത്ത് എന്തു ചെയ്യണം അങ്ങനെ പല പല കാര്യങ്ങൾ നോക്കിയിട്ട് ഞാൻ ചെയ്തതാണ്. ഓരോ മുറികളാണെങ്കിലും ഓരോ സ്പേസ് ഉണ്ടാക്കുന്നതാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തത്. ഭരതം, ഈ വീടിന് ഏറ്റവും അനുയോജ്യമായ പേരാണ് ഭരതം. ഭരതം എന്ന പേരിടാനുള്ള കാരണം ഭരതൻ എൻ്റെ മൂത്ത മകൻ്റെ പേരാണ്. ആ പേരിന് അനുയോജ്യമായൊരു പേര് വീടിന് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പേര് വീടിന് വേണം എന്ന് കരുതിയിട്ടാണ് ഭാരതം അല്ലെങ്കിൽ ഭരതം ഈ രണ്ട് പേരാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അതിൽ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന പേര് ഭരതം ആണെന്ന് തോന്നി. അങ്ങനെയാണ് ഭരതം എന്ന പേര് സെലക്ട് ചെയ്തത്. ഈ വീടിൻ്റെ ഓപ്പൺ സ്പേസിനെ കുറിച്ച് ഞങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരുന്നു. ആദ്യത്തെ പ്ലാനിൽ ഓപ്പൺ സ്പേസ് ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും കൂടി ഇരിക്കണമെന്ന ഒരു ചിന്തയിൽ നിന്നാണ് ആ ഒരു പിറകുവശത്തുള്ള ഒരു ഓപ്പൺ സ്പേസ് ഉണ്ടായത്. ഈ വീടിനോട് ചേർന്ന് നമ്മളൊരു കുളം പണിതിട്ടുണ്ട്. ഇത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മളൊരു കുളം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു വലിയ ആഗ്രഹമായിരുന്നു വീടിനോട് ചേർന്നൊരു പഴമ നിലനിർത്തിക്കൊണ്ടൊരു കുളം പണിയണം എന്നുള്ളത്. विचक्षण गुणशील दयालवालमा फलय सामजवर गमन सामनि गमज सुधामय गान विचक्षण गुणशील दयालवालमा फलय सामजवर गमन सामजवर गमन. വീട് പണിയാൻ ആഗ്രഹം ആദ്യം പറഞ്ഞത് ഞാൻ തന്നെയാണ്. മനുവും അശ്വതിയും കൂടിയ കുറെ സ്ഥലമൊക്കെ കണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ സ്ഥലം കാണാൻ പോകുന്ന സമയത്ത് ഞാനായിരുന്നില്ല, മനുവിനും അശ്വതിക്കും മീരയ്ക്കും ആയിരുന്നു ഇതിൽ ഉത്സാഹം കൂടുതൽ. അവരാണ് കൂടുതലും സ്ഥലം പോയി കണ്ടതും വീടുകൾ നോക്കിയതൊക്കെ. അതെ, അത് കഴിഞ്ഞ് ഒരു സമയത്ത് പെട്ടെന്ന് ആണ് ഇങ്ങനെ ഈ സ്ഥലം കൊടുക്കാനുണ്ടെന്ന് അറിഞ്ഞതും അത് ഞങ്ങൾ അതിലേക്ക് എത്തിയത് അങ്ങനെയാണ്.